സ്ഥിരമായിട്ട് കുരിശുവരെയും പള്ളിപ്പോക്കും പ്രാർത്ഥനയും ഉള്ളവരെന്ന് കൈപൊക്കിക്കുക കൂട്ടത്തിന് അങ്ങനെ പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ തകർച്ച ഉണ്ടാകുന്നുണ്ടോ? പൈശാചികമായി തട്ട് കിട്ടുന്നുണ്ടോ? പിടിച്ചിക്കാൻ മേലാത്ത അവസ്ഥ ഉണ്ടാകുന്നുണ്ടോ? ഇത് വചനം പറയും ശ്രദ്ധിച്ച്, കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞ് വിളിച്ച് അപേക്ഷിച്ചിട്ടും അവിടെ വീട് തകർന്നു പോയി, കുത്തി ഒലിച്ചു പോയി. പ്രാർത്ഥിക്കാത്തവരുടെ കാര്യമല്ലേ പറയുന്നത്, പ്രാർത്ഥിക്കുന്നവരുടെ കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തില് 1 മുതൽ തിരുവചനങ്ങളില് 38 വർഷമായി തറവാദം പിടിപെട്ട് ബെത്സദ കുളക്കരയില് നിസ്സഹായനായി ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യൻ, ഈശോ ആരും പറയാതെ അവനും ആവശ്യപ്പെടുക പോലും ചെയ്യാതെ അടുത്ത് ചെന്ന് നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ ചോദിച്ച് സൗഖ്യം കൊടുക്കുന്നു. പിന്നീട് അവനെ കാണുമ്പോൾ ഈശോ പറയുന്നതായ ഒരു കമന്റ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് നിർത്തുകയായിരുന്നു വായിച്ചത്. 14-ാം വാക്യം, യേശു പിന്നീട് ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. അപ്പൊ നേരത്തെ എന്തോ പാപം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അവൻ ആ തളവാദ രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് പെട്ട് ഈ നിസ്സഹായതയിൽ കഴിയേണ്ടതായിട്ട് വന്നത് എന്ന് അവിടെ സൂചന വ്യക്തമായിട്ട് ഉണ്ട്. കൂടുതൽ മോശമായത് നിനക്ക് സംഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്. അപ്പൊ ഇപ്പൊ തന്നെ സംഭവിച്ചത് മോശമായതാണ്, അപ്പൊ ഇനി പാപം ചെയ്യരുത്. ഇനിയും പാപം ചെയ്താൽ ഇതിനേക്കാൾ കൂടുതൽ മോശമായത് നിനക്ക് സംഭവിക്കും എന്നൊരു മുന്നറിയിപ്പ്. പാപവും മനുഷ്യ ജീവിതത്തിലെ ദുരന്തങ്ങളും സഹനങ്ങളും തകർച്ചകളുമായി നേരെ ബന്ധമുണ്ട് എന്ന് ഉൽപ്പത്തി 3-ാം അധ്യായം വ്യക്തമാക്കി നമുക്കറിയാം. പർദീസയിൽ ആദ്യ മാതാപിതാക്കളായിരിക്കുമ്പം സർപ്പം അവിടെ കടന്നു വന്നിട്ട് പാപത്തിലേക്ക് അവരെ വീഴിക്കുന്നു. പാപം ഉണ്ടാകുന്നവർ കൂടിയാണ് അവരുടെ സൗഭാഗ്യ അവസ്ഥ മുഴുവനും നഷ്ടമാകുന്നത്. വഴക്കും മഖാണവും അകൽച്ചയും പിണക്കവും ഭയവും ദൈവത്തിന്റെ കാലച്ച് കേൾക്കുമ്പോൾ ഓടുന്നു, പരസ്പരം കുറ്റപ്പെടുത്തുന്നു, അവരോട് തന്നെ അവജ്ഞ, അത്തിയില കൊണ്ട് ശരീരം മറിച്ചിട്ടും തൃപ്തിയാകാതെ മരത്തിന്റെ ചില്ലയ്ക്കോടി പുറകെ പോയി ഒളിക്കുന്നു. പിന്നെ ജീവജാലങ്ങളെല്ലാം എതിരോടാകുന്നു, മല്ല് പിടിക്കേണ്ടത് ഏരിയ ആയിട്ട് മാറുന്നു, പ്രസവ ക്ലേശം, മരണത്തിന്റെ അനുഭവം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ തന്നെ വചനം പങ്കുവെക്കുന്നുണ്ട്. അതെല്ലാം പാപത്തിന്റെ ഫലമായിട്ട് മനുഷ്യ ജീവിതത്തിലേക്ക് വന്ന് കയറിയതാണെന്ന് വചനം പറയുന്നു. പാപത്തിന്റെ പുറകില് പൈശാചിക അരുവിയുമാണ്. ദൈവത്തിന്റെ വാക്ക് അവഗണിച്ച് വേറെ വഴിക്ക് പോകാൻ ഇടവരുന്നതാണ് പാപം. അപ്പൊ പാപം ചെയ്യുമ്പോൾ ദുരിതങ്ങളും ഉണ്ടാകുന്നു. അങ്ങനെ ദൈവത്തിന്റെ വാക്ക് അവഗണിച്ചുകൊണ്ട് പോകാനുള്ള പ്രേരണ സാത്താനായി ഇട്ടു തരുന്നതെന്ന് നമ്മളിപ്പോ ശ്രമിച്ചത് 1-ാം വായനയില് അപ്പസ്തല പ്രവർത്തനം 5-ാമത്തെ അധ്യായം 5-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ വാക്യങ്ങളിൽ നമ്മൾ കാണുകയുണ്ടായി. അനനിയാസ് സഫീറായും നമുക്കറിയാവുന്ന സംഭവമാണ്. അനനിയാസ് സഫീറായും രണ്ടുപേരും ദൈവത്തിന്റെ പക്കലേക്ക് വന്നവരാണ്. പത്രോസിന്റെ പ്രസംഗം കേട്ടവരാണ്, മാമോദിസ മുങ്ങിയവരാണ്, വചനം അനുസരിക്കാൻ താല്പര്യം കാണിച്ചവരുമാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മാമോദിസ മുങ്ങി പത്രോസിന്റെ പ്രസംഗം കേട്ട് അപ്പസ്തല കൂട്ടായ്മയിലേക്ക് വന്ന് സഭയിലെ അംഗങ്ങളായി നീങ്ങുന്നവര്, അവർക്ക് കിട്ടിയൊരു പ്രേരണയാണ് തങ്ങൾക്കുള്ള വസ്തുവകളെല്ലാം വിറ്റ് സഭയ്ക്ക് പൊതുവായിട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ട് കൂട്ടായ്മ ജീവിക്കാൻ. ബർണബാസ് ഒക്കെ അങ്ങനെ ചെയ്യുന്നതായിട്ട് 4-ാം അധ്യായത്തിന്റെ 35-36 വാക്യങ്ങളിലൊക്കെ കാണുന്നുണ്ട്. പറമ്പും അവരുടെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാരും ഉണ്ടായിരുന്നില്ല. കാരണം പറമ്പും വീടും സ്വന്തമായി ഉണ്ടായിരുന്നവരെല്ലാം അവയെ അത്രയും വിറ്റ് കിട്ടിയ തുക അപ്പസ്തലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യപ്പെട്ടു. ബർണബാസ് എന്ന അപരനാമത്തിൽ അപ്പസ്തലന്മാർ വിളിച്ചിരുന്നവരും സൈപ്രസ് സ്വദേശിയും ലേവായനുമായ ജോസഫ് തൻ്റെ വയല് കിട്ടിയ പണം അപ്പസ്തലന്മാരുടെ കാൽക്കൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാണ് 4-ാം അധ്യായം അവസാനിക്കുന്നത്. തുടർന്നാണ് നമ്മൾ 5-ാമത്തെ ഈ സംഭവം കാണുന്നത്. അനനിയാസ് ഭാര്യ സഫീറ, അവരും ഈ ഒരു മാതൃകയിൽ അവരുടെ പറമ്പ് വിറ്റു. പക്ഷെ വിറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്കൊരു ചിന്ത, ഇത് മുഴുവനും കൊണ്ട് ഏൽപ്പിക്കണമോ? അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് വിൽക്കാതിരിക്കാൻ. ഇനി വിറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടും ആ പണം ഒട്ടും കൊണ്ട് കൊടുക്കാതെ സ്വന്തമായിട്ട് വിനിയോഗിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇവിടെ കള്ളത്തരമാണ് വരുന്നത്. വിറ്റ് കിട്ടിയിട്ട് അത് മുഴുവനും സമർപ്പിക്കുകയാണ് എന്ന് ഭാവിച്ചുകൊണ്ട് ഒരു ഭാഗം മാത്രം സമർപ്പിച്ചു. അവിടെയാണ് പെശക് പറ്റിയത്. ഞങ്ങൾ പറമ്പ് വിറ്റ് അതിൻ്റെ ഇത്ര ഭാഗം, അതിൻ്റെ പകുതി ദശാംശം തരികയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ മുഴുവനും സമർപ്പിക്കുകയാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട്
അവർ കുറച്ച് ഭാഗം മാത്രം സമർപ്പിച്ചപ്പോൾ പത്രോസ് അപ്പോസ്തലന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ചോദിക്കുകയാണ്, അനനിയാസേ, 3-ാം വാക്യം, പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിന്റെ വിലയുടെ ഒരംശം മാറ്റിവെക്കാനും സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതെന്ത്? സാത്താനാ പ്രേരിപ്പിച്ചത്. ഹവ്വയെ തമ്പുരാന്റെ വചനം അവഗണിച്ച് വേറെ വഴിക്ക് പോകാൻ പ്രേരിപ്പിച്ച സർപ്പമാണ്. ആ സർപ്പം ഇതേ പുതിയ നിയമത്തിന്റെ സഭയുടെ ആരംഭ കാലഘട്ടങ്ങൾ ആദ്യത്തെ വിശ്വാസികളുടെ പക്കലും അവൻ പണി ആരംഭിച്ചിരിക്കുന്നു. മനുഷ്യവംശത്തിന്റെ ആരംഭത്തിൽ പണിത് മനുഷ്യമക്കളെ ദൈവത്തിന്റെ വചനത്തോട് അവിശ്വസ്ത കാണിക്കാൻ പ്രേരിപ്പിച്ച, പാപത്തിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിച്ച അതേ സാത്താൻ ഇവിടെ നമ്മൾ കാണുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ ആദ്യ അധ്യായങ്ങളിൽ അനനിയാസ് സഫീറായും അവിടെ ഹൃദയത്തെ പ്രേരിപ്പിക്കുകയാണ് നുണ പറയാൻ. നുണയനും നുണയുടെ പിതാവ് സാത്താനാണ്. പത്രോസ് നേരെ ചോദിക്കുകയാണ്, സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചത് എന്ത്? സാത്താൻ എന്തിനു പ്രേരിപ്പിച്ചു എന്നുള്ളതല്ല, അവൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. സാത്താൻ ഇങ്ങനെ പ്രേരിപ്പിച്ചതിനെ വഴിതെറ്റിക്കാൻ നീ എന്തിനെ അനുവദിച്ചു? നീ എന്തിനു വഴങ്ങിക്കൊടുത്തു? നീ എന്ത് ജാഗ്രത എടുത്തില്ല? ഇതാണ് പത്രോസ് ചോദിക്കുന്ന ചോദ്യം. നീ വ്യാജം പറഞ്ഞ മനുഷ്യനുള്ള ദൈവത്തോടാണ്. അപ്പോൾ ആ മനുഷ്യൻ ഉരുണ്ടു വീണ് മരിക്കുകയാണ്. അത് പത്രോസ് അങ്ങേരെ കൊല്ലുന്നതല്ല, ദൈവത്തിന്റെ ആത്മാവും കൊല്ലുന്നതല്ല. ദൈവത്തിന്റെ ആത്മാവ് ഒരിക്കലും കൊല്ലുകയില്ല, മറിച്ച് കൊല്ലുന്നത് സർപ്പമാണ്, സാത്താൻ. അവൻ ആദ്യം മുതലേ കൊലപാതകിയാണ്. അവന് എവിടെ അവസരം കിട്ടുന്നുവോ അവൻ കൊല്ലാനും നശിപ്പിക്കാനും ആണ് വരുന്നത്. കള്ളൻ, യോഹന്നാൻ 10:10 പറയാം, കൊല്ലാനും നശിപ്പിക്കാനും. അവൻ അനനിയാസിന്റെയും സഫീറായുടെയും ജീവിതത്തിലേക്ക് കയറിയത് കൊല്ലാനും നശിപ്പിക്കാനും വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് എവിടെ ഇവൻ അവസരം കിട്ടും, നമ്മൾ വചനത്തിൽ എപ്പോഴും കാണുന്നതാണ്, സാത്താൻ എവിടെ അവസരം കിട്ടിയാലും മരണം ഉണ്ടാവും. പന്നികളിലേക്ക് പ്രവേശിച്ചപ്പം 2000-ഓളം വരുന്ന പന്നിക്കൂട്ടം മുഴുവൻ ചത്തൊടുങ്ങി. യൂദാസിൽ കയറാൻ അവന് അവസരം കിട്ടി. സാത്താന് യൂദാസ് പോയി ആത്മഹത്യ ചെയ്ത് അവസാനിച്ച് നമ്മൾ കാണുന്നുണ്ട്. ജോബിന്റെ പുസ്തകത്തിൽ നമ്മൾ എപ്പോഴും കാണുന്നതാണ്. ജോബിന്റെ പുസ്തകത്തിൽ നമുക്കറിയാം, സാത്താന് അവസരം കിട്ടിക്കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ജോബിന്റെ മക്കളെല്ലാവരും കൊല്ലപ്പെടുന്നു, മരിക്കുന്നു. ജോലിക്കാർ വാളിനിരയാകുന്നു. സാത്താന് ദൈവം അനുവാദം രണ്ടാമതും കൊടുക്കുന്നിടത്ത് തമ്പുരാൻ കർക്കശമായിട്ട് പറയുന്നുണ്ട്, ജോബിന്റെ ജീവനെ തൊട്ടേക്കരുത്, ജീവൻ എടുക്കരുത്, ജീവൻ അപകടം വന്നേക്കരുത്. ദൈവം അങ്ങനെ കർക്കശമായിട്ട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ, ദൈവം പറയാൻ കാരണം സാത്താന്റെ സ്വഭാവം ദൈവത്തിന് അറിയാം. അവസരം കിട്ടി അവൻ കൊന്നു തീർക്കും. അപ്പൊ ജോബ് അങ്ങനെ കൊല്ലപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ദൈവം കർക്കശമായിട്ട് സാത്താൻ വിലക്കി അവന് ജീവനെ തൊട്ടേക്കരുത്. അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ജോബ് അവിടെ തീർന്നേനെ. പിശാചിന് എവിടെ അവസരം കിട്ടുന്ന അവിടെ മരണം സംഭവിക്കും, മരണങ്ങളും തകർച്ചകളും ഉണ്ടാവും. അവനെങ്ങനെ അവസരം കിട്ടുക? നമ്മളായിട്ട് തുറന്നു കൊടുക്കുന്നതാണ്. നമ്മൾ അവന്റെ സ്വരത്തിന് തിരിച്ചറിയാതെ, വിവേചനമില്ലാതെ, ശരിയാണല്ലോ അനന്യാസ് വിചാരിച്ചു ഇത് മുഴുവനും കൊണ്ട് കൊടുക്കണോ? ചാക്കിനകത്ത് സ്വർണ്ണക്കെട്ടുകൾ ഇങ്ങനെ കെട്ടുകെട്ടായിട്ട് പറമ്പ് വിറ്റതിന്റെ പണം കിട്ടിക്കഴിഞ്ഞപ്പം അത് മുഴുവൻ നോക്കിയപ്പോൾ ഒരു ചിന്ത മതി, മുഴുവൻ കൊണ്ട് കൊടുക്കണോ? കുറച്ചിരിക്കട്ടെ, ഇച്ചിരി കട്ടിക്കേടെ ഇരിക്കട്ടെ, അല്ലെ മക്കൾക്ക് വേണ്ടി ശകലം മാറ്റി വെക്കാം, അല്ലെങ്കിൽ അങ്ങനെ ചിന്ത വന്നു. അത് കുഴപ്പമില്ല, പക്ഷെ അത് നുണ പറയാതിരുന്നാൽ മതിയായി, നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ അങ്ങനത്തെ ആ പ്രത്യേക സാഹചര്യത്തില് ദൈവത്തോട് ചേർന്ന് വചനം അനുസരിച്ചുകൊണ്ട് പെരുമാറുന്ന ഈ ഭാര്യയും ഭർത്താവിനെ നോക്കി നിൽക്കുന്ന സാത്താൻ അവിടെ ഒരു പ്രേരണ ഇട്ട് കൊടുക്കുകയാണ്, ഇച്ചിരി മറച്ചു വെച്ചു എന്നിട്ട് പറയാൻ പോകണ്ട. ഇപ്പൊ ബർണ്ണബാസ് ഒക്കെ മുഴുവൻ കൊടുത്തില്ലേ, സമർപ്പിച്ചില്ലേ? ആ കൂട്ടത്തിൽ നീയും കയറി നിന്നോ? മുഴുവൻ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഇവിടെ ആരാവൻ തപ്പി നോക്കാൻ പോകുന്നത്? ആരും കണക്ക് നോക്കാൻ വരുന്നുണ്ടോ? ഇല്ലല്ലോ. കട്ടിക്കിട്ട് വെച്ചാൽ മതി, ഇച്ചിരി ഇരുന്നോട്ടെ. സർപ്പം ഇട്ടുകൊടുത്ത ചിന്തയാണ്. അപ്പം സർപ്പത്തിന്റെ സ്വരത്തിന് പ്രേരണയ്ക്ക് അനനിയാസും സഫീറായും കൂടെ ഉള്ളു തുറന്നു കൊടുത്തു. അതനുസരിച്ചു. സർപ്പത്തിന് അവസരം കിട്ടി. പത്രോസ് ചൂണ്ടിക്കാണിക്കുമ്പോഴേക്കും ആ ഞടുക്കത്തിൽ അവൻ തിരിച്ചറിയുന്ന അവസ്ഥയിലേക്ക് വരുമ്പോഴേക്കും സർപ്പം അവിടെ കയറി അവനെ തകർക്കുകയാണ്. തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഒരുപക്ഷെ പത്രോസ് മുട്ട് കുത്തിയിരുന്നെങ്കിൽ രംഗം വേറെ ആയേനെ. പക്ഷെ അതിലേക്കല്ല അനനിയാസ് പോകുന്നത്. ഈ വരയ്ക്ക് തന്നെയാണ് വിറ്റത് എന്ന് അങ്ങേര് പറയുന്നു. പിന്നെ ഭാര്യ വരുമ്പോഴും ചോദിച്ചു, നിങ്ങൾ ഇതുവരയ്ക്കാ തന്നെ വിറ്റത്? അപ്പൊ അവളും അതെ എന്ന് നുണ പറയുകയാണ്. അനനിയാസും നുണ പറഞ്ഞു, ഈ സ്ത്രീയും നുണ പറഞ്ഞു. നുണ പറയുക എന്ന് പറഞ്ഞ നിസ്സാരമായ ഒരു കാര്യമായിട്ട് നമ്മൾ പലപ്പോഴും പരിഗണിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ പുറകിൽ സാത്താന്റെ പ്രേരണയുണ്ട്, സാത്താന്റെ സാന്നിധ്യമുണ്ട്. ആ സ്ത്രീയും മരിക്കുകയാണ്. അപ്പൊ അതേപ്പറ്റി ഇവിടെ വായിക്കുമ്പോൾ നമ്മൾ കാണുകയാണ്, അനനിയാസ് മരിക്കുമ്പോൾ ഇത് കേട്ടവരെല്ലാം ഭയവിഹ്വലരായി. വീണ്ടും സഫീറ മരിച്ചു കഴിയുമ്പോഴും കൊണ്ട് അടക്കി. 11-ാം വാക്യം,
സഭ മുഴുവനും ഇത് കേട്ട് എല്ലാവരിലും വലിയ ഭയമുണ്ടായി. നമ്മളുടെ ആബാഭവനത്തിലെ ദേവരാജനുഭ ധ്യാനം നമ്മൾ സംബന്ധിക്കുന്നുണ്ട്. ആബാപിതാവിൻ്റെ വ്യവസ്ഥയില്ലാത്ത സ്നേഹം നമ്മൾ ഇവിടെ വരുമ്പോൾ ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പം തിരിച്ചറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ആബാപിതാവിൻ്റെ വ്യവസ്ഥയില്ലാത്ത സ്നേഹം യോഹന്നാൻ സുവിശേഷം 12-ാമത്തെ അധ്യായത്തില് 47-ാമത്തെ വാക്യത്തില് എൻ്റെ വാക്ക് കേൾക്കുന്നവൻ അത് പാലിക്കുന്നില്ലെങ്കിൽ ഞാൻ അവനെ വിധിക്കുന്നില്ല, ഞാൻ വന്ന് വിധിക്കാനല്ല രക്ഷിക്കാനാണെന്ന് പറയുന്ന ഈശോയെ നമ്മൾ ധ്യാനത്തിന് സമയമെടുത്ത് ശ്രദ്ധിക്കുന്നതാണ്. എൻ്റെ വാക്ക് കേൾക്കുന്നവൻ പാലിക്കുന്നില്ലെങ്കിൽ ഞാൻ വിധിക്കുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ വാക്ക് ആദം ഔവ്വ കേട്ടു, പാലിച്ചില്ല. തമ്പുരാൻ പറഞ്ഞു ഞാൻ വിധിക്കുന്നില്ല. അന്ന് വൈകുന്നേരം ദൈവമായ കർത്താവ് അവിടത്തേക്ക് വന്നു, മക്കളെ തേടി, ശിക്ഷിക്കാനല്ല, ആട്ടി ഓടിക്കാനല്ല, മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് വന്നു നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് മോശ വഴി 10 കൽപ്പനകൾ കിട്ടി, ഈശോ വഴി ഒരുപാട് വചന വ്യാഖ്യാനങ്ങളും വിശദാംശങ്ങളും കിട്ടി. അങ്ങനെ ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കുന്ന വ്യക്തികൾ പാലിക്കാതെ 10 കൽപ്പനകളും പാലിക്കാതെ ജീവിച്ചാലും അവരെ ദൈവം വിധിക്കുന്നില്ല എന്ന് ഈശോ പഠിപ്പിക്കുന്നു. ഇവിടെ യോഹന്നാൻ 12:47 മുതൽ നമ്മൾ കാണുകയാണ്. ഈശോടെ പറയുന്നുണ്ട് ഒരു വിധികർത്താവനുണ്ട്. നമ്മൾ ധ്യാനത്തിൽ സമയമെടുത്ത് കാണുന്നതാണ് ഇക്കാര്യം, ധ്യാനം കൂടുതർക്ക് അറിയാം. ഒരു വിധികർത്താവുണ്ട്, ഞാൻ പറഞ്ഞ വചനം തന്നെ വിധിക്കും. എൻ്റെ വചനം അവഗണിച്ചുകൊണ്ട് പോകുന്നവര് ശിക്ഷാവിധിയിൽ ഉൾപ്പെടും. യോഹന്നാൻ സുവിശേഷം 3-ാമത്തെ അധ്യായത്തില് 18-19 തിരുവചനങ്ങൾ വായിക്കുമ്പോൾ കാണാം, ഇതാണ് ശിക്ഷാവിധി. പ്രകാശം വന്നിട്ട് മനുഷ്യ പ്രകാശത്തിന് അന്ധകാരത്തെ സ്നേഹിച്ചു, ഇരുട്ടിലേക്ക് അവർ സ്വയം ഇറങ്ങിപ്പോയി. അപ്പൊ ദൈവം ഒരിക്കലും ശിക്ഷിക്കുന്നില്ല തൻ്റെ വചനം ലംഘിക്കുന്ന ആരെയും എന്ന് പറയുമ്പോഴും ശിക്ഷാവിധിയുണ്ട്. വചനത്തിന്റെ കരുത്തുള്ള പാത വിട്ട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവ് ജീവനുമാണ്. യോഹന്നാൻ 6:63 നമുക്കറിയാം, ആത്മാവ് ജീവനും. യോഹന്നാൻ 12:49 വാക്യത്തില് ഞാൻ പറഞ്ഞ വാക്ക് പിതാവ് പറയുന്ന വാക്കുകളാണ്, അത് നിത്യജീവനാണ്. അപ്പൊ ദൈവത്തിന്റെ വചനം വിട്ട് ആരൊക്കെ പോകുന്നു അവർ നിത്യജീവൻ വിട്ട് മരണത്തിലേക്കാണ് പോകുന്ന അർത്ഥം. ദൈവത്തിന്റെ കൽപ്പന ദൈവവചനമാണ്. ദൈവത്തിന്റെ വചനം എപ്പോഴും ജീവനും ആത്മാവുമാണ്. ദൈവത്തിന്റെ ആത്മാവ് ജീവനുമുള്ളതാണ്. ആരൊക്കെ ദൈവത്തിന്റെ വഴിയെ പോകുന്നു അവർ സുരക്ഷിതരാണ്, അവർ സംരക്ഷിതരാണ്. ആരൊക്കെ ദൈവത്തിന്റെ വചനം വിട്ടുമാറുന്നുവോ അവർ ഓക്സിജൻ സപ്ലൈ ഇല്ലാത്ത കിണറ്റിലേക്ക് ഇറങ്ങുന്ന പോലെ, അല്ല ഓക്സിജൻ സപ്ലൈ ഇല്ലാത്ത ടണലിലേക്ക് മാറിപ്പോകുന്ന പോലെ, അവിടെ ഓക്സിജൻ സപ്ലൈ ഇല്ലെന്ന് മാത്രമല്ല വിഷവാതകങ്ങൾ കാണാം, അത് ഏറ്റുകൊടഞ്ഞു വീഴും എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന്റെ വചനം വിട്ടു പോകുന്നവര് ജീവന്റെ കരുത്ത് ഇല്ലെന്നാകുന്നു ഒരു വശത്ത്. മറുവശത്ത് അവിടെ സാത്താന്റെ വിഷവാതകമുണ്ട്, വിഷപ്പുകയുണ്ട്, വിഷസ്വരമുണ്ട്, വിഷസാന്നിധ്യമുണ്ട്. അതേറ്റവർ തകർന്നു വീഴും. മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ 21 മുതലുള്ള തിരുവചനങ്ങളില്, മത്തായി 7:21 തിരുവചനങ്ങളില് കർത്താവേ കർത്താവേ എന്നെ വിളിക്കുന്നവനല്ല, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാ, അവിടുത്തെ വചനം പാലിക്കുന്നവരാ സ്വർഗത്തിൽ പ്രവേശിക്കുക. കർത്താവേ കർത്താവ് എന്ന് വിളിച്ച് അപേക്ഷിക്കുന്നവര്, നമ്മളെല്ലാവരും അങ്ങനെ വിളിച്ച് അപേക്ഷിക്കുന്നവരാ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് കർത്താവേ എത്ര വിളിക്കുന്നുണ്ട്, എന്തുമാത്രം പ്രാർത്ഥന നമ്മൾ ചെല്ലുന്നുണ്ട്. കുർബാനയെ സംബന്ധിക്കും എന്തുമാത്രം പ്രാർത്ഥന കർത്താവേ കർത്താവേ എന്ന് ചെല്ലുന്നുണ്ട്. അങ്ങനെ പതിവായിട്ട് പ്രാർത്ഥനകളെ സംബന്ധിക്കുകയും കുർബാനയെ സംബന്ധിക്കുകയും ജപമാല ചൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ ഭവനങ്ങള് അടി പറഞ്ഞ് കുത്തി ഒലിച്ചു പോകുന്നൊരു അപകടം ഈ മത്തായി 7 ഈശോ പങ്കുവെക്കുന്നില്ലേ? കർത്താവേ കർത്താവേ തന്നെ വിളിക്കുന്നവനല്ല, പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാ. പ്രവേശിച്ചിട്ട് വിശ പറയുകയാണ്, എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവൻ എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. നമുക്കറിയാമല്ലോ 2 ഉപമകള്. പാറമേൽ അടിത്തറയിട്ട് വീട് പണിത മനുഷ്യന്റെ വീട് എത്ര വെള്ളപ്പൊക്കവും കാറ്റും ഉണ്ടായാലും അത് തകർന്നു പോകാതെ നിൽക്കുന്നു. അതേസമയം മണൽപ്പുറത്ത് അടിത്തറയിട്ട് വീട് പണിത മനുഷ്യൻ കാറ്റും വെള്ളപ്പൊക്കവും ഉണ്ടായപ്പോൾ അത് കുത്തിയൊലിച്ചു പോയി. അതിന്റെ തകർച്ച വലുതായിരുന്നുവെന്ന് എടുത്ത് ഈശോ പറയുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് തകർന്നത്? അവർ വചനം അനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയില്ല. പക്ഷെ അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പതിവായിട്ട് കുരിശുവരെയും പള്ളിപ്പോക്കും പ്രാർത്ഥനയും ഉള്ളവരെന്ന് കൈപൊക്കിക്കുക. കൂട്ടത്തിന് പതിവായിട്ട് കുരിശ് വരയ്ക്കാനും പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും ഒക്കെ താല്പര്യവും മനസ്സ് സമയം എടുക്കുന്നവര് കൈപൊക്കിക്ക്. അങ്ങനെ പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ തകർച്ച ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ജീവിതങ്ങളില് തകർച്ച ഉണ്ടാകുന്നുണ്ടോ? പൈശാചികമായി തട്ട് കിട്ടുന്നുണ്ടോ? പിടിച്ചിക്കാൻ മേലാത്ത അവസ്ഥ ഉണ്ടാകുന്നുണ്ടോ?
ഇത് വചനം പറയും ശ്രദ്ധിച്ച്, കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞ് വിളിച്ച് അപേക്ഷിച്ചിട്ടും അവിടെ വീട് തകർന്നു പോയി. അവിടെ വീട് തകർന്നു പോയി, കുത്തി ഒലിച്ചു പോയി. പ്രാർത്ഥിക്കാത്തവരുടെ കാര്യമല്ലേ പറയുന്നത്, പ്രാർത്ഥിക്കുന്നവരുടെ കാര്യമാണ്. അനന്യാസ് സഫീറായും അവർ ചുമ്മാ വിജാതീയരല്ല, അവര് പത്രോസിന്റെ പ്രസംഗം കേട്ടവരാ, കേട്ടിട്ട് പോയവരല്ല, മാമോസ മുങ്ങിയവരാ. മാമോസ മുങ്ങിയിട്ട് വെറുതെ നടന്നു മാത്രമല്ല, കൂട്ടായ്മ വന്ന് മറ്റുള്ളവർ ചെയ്യുന്ന മാതൃക കൊണ്ട് ഏറ്റവും ടോപ്പ് സമർപ്പണം ചെയ്യാനായിട്ട് പ്രേരണ കിട്ടിയത് അനുസരിച്ചവരാ. പക്ഷെ അതിനിടയ്ക്ക് വെച്ച് സാത്താന്റെ സ്വരം കേട്ട് നുണയിലേക്ക് പോയി. വ്യാജം പറയരുത് എന്നുള്ള ആ ഒരൊറ്റ വചനം അവർ ലംഘിച്ചു. ഇത്രയും വചന ശ്രവണവും കൂട്ടായ്മയും മാമോസ മുങ്ങി അപ്പസ്തലന്മാരോട് ചേർന്ന് നീങ്ങി ആ രണ്ട് വ്യക്തി, ആ ഭാര്യ ഭർത്താവ് എങ്ങനെ പടഞ്ഞു വീണ് മരിച്ചു, എങ്ങനെ പടഞ്ഞു വീണ് കുഴഞ്ഞു വീണ് മരിച്ചു. ഇത് നമ്മൾ ശ്രദ്ധിക്കണം സ്നേഹമുള്ളവരെ, ഇത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പള്ളി പോകുന്നവരാ, പ്രാർത്ഥിക്കുന്നവരാ, കുമ്പസാരിക്കുന്നവരാ, കുർബാന സംബന്ധിക്കുന്നവരാ, മുഴുവൻ മതം ചെല്ലുന്നവരാ, അവിടെ ആവുകയല്ല. അത് ഈശോ പറയുന്ന കർത്താവേ കർത്താവേ എന്ന് വിളിച്ചതുകൊണ്ടായില്ല. അത് വേണം, അത് വേണം, പ്രാർത്ഥിക്കണം. രാവും പകലും ദൈവത്തിന്റെ പക്കം നിലവിളിച്ച് പ്രാർത്ഥിക്കണം. പക്ഷെ അതോടൊപ്പം നമ്മൾ ചവിട്ടി നിൽക്കുന്നത് കുഴമണ്ണിലാണ്, ചേരിലാണെന്ന് വരരുത്. ചേരിലല്ലെന്ന് ഉറപ്പാക്കണം. എങ്ങനെ? വചനത്തിന്റെ പാറമേൽ നിൽക്കണം. വചനത്തിന്റെ വഴി വിട്ട് ഇടം വലം വ്യതിചരിക്കരുത്. സാത്താനാണ് അവിടെ കളിക്കുന്നത്. ഈശോയുടെ ജീവിതത്തെ തകർക്കാൻ സാത്താൻ നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ, മരുഭൂമിയിലെ ഈശോയുടെ പരീക്ഷയില് സാത്താൻ വന്ന് വേറെ വഴിക്ക് പോകാൻ പ്രേരിപ്പിക്കുമ്പോൾ ഈശോ മുറുകെ പിടിച്ചു. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്ന വഴി വിട്ട് ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ ഒരിഞ്ച് പോലും തിരികേല. നമ്മളിത് ധ്യാനിച്ചല്ല നോയമ്പുകാലത്തൊക്കെ ധ്യാനിച്ചുമ്മ കൊള്ളാതെ ഗ്രിപ്പില്ലാതെ പോകുന്നു. മനസ്സിലാക്കി ഈശോ എന്താ ചെയ്തെന്നുള്ളത്. തമ്പുരാന്റെ വചനത്തിന്റെ വഴി വിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഞാൻ വരികയല്ല. സാത്താനെ അങ്ങനെ നിലപാടെടുത്തിട്ടാണ് ഈശോ അവിടെ പിടിച്ചു നിൽക്കുന്നത്, സാത്താനെ തോപ്പിക്കുന്നത്. അപ്പൊ ഈശോ വഴിതെറ്റിക്കാണ് സാത്താൻ നോക്കുന്നത്. ഗെത്സമേൻ തോട്ടത്തിൽ ഈശോ പ്രാർത്ഥിക്കുന്നിടത്ത് ഈ കുരിശ് മരണം പാനപാത്രം ഒഴിവായി പോകട്ടെ എന്ന് ഈശോ അറിയാതെ ചോര വിയർത്ത് മരണത്തിന്റെ ഭീകരമായ കുരിശുമരണം എന്നെ കണ്ടുകൊണ്ട് പറഞ്ഞുപോയി. അങ്ങനെ പറയുന്നിടത്ത് പോലും, വാഗൊണ്ട് പറയുന്നിടത്ത് പോലും ഈശോ കൂട്ടിച്ചേർത്തു, എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറിയാൽ മതി. അങ്ങയുടെ തിരുഹിതം തിരുവചനത്തിൽ കൂടെ വെളിപ്പെടുത്തിയ പദ്ധതി അത് വിട്ട് എന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ അനുവദിച്ചേക്കരുതേ എന്ന് ഈശോ അവിടെ നിർബന്ധം പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈശോ അവിടെ തീർന്നേനെ. അപ്പൊ സാത്താൻ എപ്പോഴും ദൈവത്തിന്റെ വചനത്തിന്റെ വഴിയിൽ നിന്നും മാറ്റിക്കൊണ്ട് പോകാൻ നോക്കുകയാണ്. നമ്മൾ എത്ര വലിയ ആൾക്കാരാണ്, എത്ര പ്രാർത്ഥനയുള്ളവരായാലും, എത്ര ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരായാലും, വചനം പാലിക്കുന്നതിൽ അശ്രദ്ധയും വീഴ്ചയും വരുത്തിയാല് നമ്മൾ വലിയ തകർച്ചയിലേക്ക് പോകേണ്ടി വരും. സംഖ്യയുടെ പുസ്തകത്തില് 20-ാമത്തെ അധ്യായത്തില് 1 മുതലുള്ള തിരുവചനങ്ങളില് മോശ ജനത്തെയും കൊണ്ട് പോകുമ്പോൾ, സംഖ്യയുടെ പുസ്തകം ഇസ്രായേൽക്കാരെ കൊണ്ട് പോകുമ്പോൾ സംഖ്യ 20 1 മുതലുള്ള വാക്യങ്ങൾ അവിടെ നമ്മൾ കാണുകയാണ്. പാറയിൽ നിന്ന് ജലം 2-ാമത്തെ പ്രാവശ്യം മരുഭൂമിയിൽ വെള്ളമില്ല, ജനങ്ങൾ ഇങ്ങനെ കരയുമ്പം മോശ ദൈവത്തിന്റെ പക്കല് ചോദിക്കുന്നു. അപ്പൊ തമ്പുരാൻ പറയുകയാണ്, നീ ആ പാറയുടെ പക്കലേക്ക് ചെന്നിട്ട് ആ പാറയോട് ആജ്ഞാപിക്കുക. 8-ാം വാക്യം, നിന്റെ വടി കയ്യിലെടുക്കുക, നീയും നിന്റെ സഹോദരൻ അഹ്റോനും കൂടി സമൂഹത്തെ വിളിച്ചു കൂട്ടി വെള്ളം പുറപ്പെടുവിക്കാൻ അവിടെ മുൻപിൽ വെച്ച് പാറയോട് ആജ്ഞാപിക്കുക. പാറയോട് ആജ്ഞാപിക്കുക എന്ന് പറഞ്ഞു. എല്ലാവർക്കും വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു വിട്ടു. മോശ ഈ ജനത്തിന്റെ പിറുവീർപ്പ് കാരണം മനസ്സ് മടുത്ത് വല്ലാണ്ട് വിഷമിച്ചാണ് കർത്താവിലേക്ക് വന്നത്. തമ്പുരാന്റെ വാക്ക് കേട്ട് മോശ തിരിച്ചു വരുമ്പോഴേക്കും 10-ാം വാക്യം, മോശ വടിയെടുത്ത് കയ്യിൽ പിടിച്ചു. എന്നിട്ട് അഹ്റോൻ പാറയ്ക്ക് മുമ്പിൽ ജനങ്ങളെ വിളിച്ചു കൂട്ടി. എന്നിട്ട് പറഞ്ഞു, മോശ പറഞ്ഞു, ധിക്കാരികളെ കേൾക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ഈ പാറയിൽ ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമോ? ധിക്കാരികൾ, അവിടെ ധിക്കാരത്തിന്റെ നൊമ്പരം മോശയുടെ ഉള്ളിൽ കിടക്കുകയാണ്. അവരിതുപോലെ ധിക്കാരം കാണിക്കുന്നു. പെറുപെറുക്ക് ഇത്രയും വർഷങ്ങളായിട്ട് മഞ്ഞ കൊടുത്ത്, വെള്ളം അത്ഭുതകരമായി കൊടുത്ത്, സംരക്ഷണം കൊടുത്ത്, ഈജിപ്തിലെ വലിയ അത്ഭുതങ്ങളുടെ പരമ്പര 10 ചെങ്കടല് മുറിച്ച് അങ്ങനെ എല്ലാം കൊണ്ടുവന്നിട്ട് ഇപ്പോഴും നിങ്ങൾ പെറുപെറുക്കാണ്, എന്നെ വിശ്വസിക്കുന്നില്ലേ? അതിന്റെ നൊമ്പരം ഉള്ളിൽ കിടക്കുന്ന മോശ ധിക്കാരികളെ എന്ന് ഇവരെ വിളിച്ചു, ധിക്കാരികളെ എന്ന് വിളിച്ചു. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ഈ പാറ ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമോ? ഞങ്ങളെന്നായി പോയി, ദൈവം തരുമെന്നല്ല, ഞങ്ങളെന്ന രക്ഷത്തിന്, സങ്കടത്തിന്, വിഷമത്തിന്, രോഷത്തിന് അടിപ്പെട്ട് സംസാരിച്ചു പോവുകയാണ്. മോശ കൈ ഉയർത്തി പാറയിൽ 2 പ്രാവശ്യം വടികൊണ്ട് അടിച്ചു. ധാരാളം വെള്ളം പ്രവഹിച്ചു, എല്ലാവരും കുടിച്ചു. ഇവിടെ തമ്പുരാൻ പറഞ്ഞിരുന്നത് പാറയോട് ആജ്ഞാപിക്കാന്ന് നമുക്കറിയാം. ബാക്കി തമ്പുരാൻ പറയുകയാണ്, കർത്താവ് മോശയുടെ അഹരോടും പറഞ്ഞിരിച്ചതും, ഇസ്രായേൽ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തക്ക വിധം ദൃഢമായി നിങ്ങൾ ഇനി വിശ്വസിക്കാതിരുന്നു കൊണ്ട് ഞാൻ ഈ ജനത്തിന് കൊടുക്കുന്ന ദേശത്ത് അവരെ എത്തിക്കുന്നത് നിങ്ങളായിരിക്കുകയില്ല. ഇപ്പൊ ജനത്തിന്റെ ധിക്കാരത്തിനെതിരെ ജനത്തിന് ശിക്ഷയല്ല ഇവിടെ. ജനത്തിന് തേനും പാലും ഒഴുകുന്ന കാനാദേശം ചെല്ലും. പക്ഷേ
ഇവിടെ മോശ, നമുക്കറിയാം മോശയുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു മങ്ങലുള്ള രംഗം അല്ല, മോശയുടെ ജീവിത അവസാനം മരണത്തിലേക്ക് വരുമ്പം ഈ തേനും പാലും ഇവിടുത്തെ കാനാൻ ദേശത്ത് അവരെ എത്തിക്കാൻ മോശയ്ക്ക് പറ്റുന്നില്ല. മോശ ദൈവം അനുവദിക്കുന്നില്ല. 40 വർഷം ഈ ജനത്തെ നയിച്ചിട്ട് അവസാനം വാതിക്കലെത്തുമ്പോൾ ഈ നെബോ മലയിലേക്ക് കയറി ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. മലയിൽ കണ്ടോളാൻ പറഞ്ഞതിന് ഒരു ദേശം അവിടെ പ്രവേശനം മോശയ്ക്കില്ല. കാരണം തമ്പുരാൻ പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞ വാക്ക് അനുസരിച്ചല്ല നീ പെരുമാറിയത്. ദൈവം ഇങ്ങനെ കാർക്കശ്യം കാണിക്കുന്നതാണോ? കാർക്കശ്യമാണ് ശിക്ഷിക്കുന്നത് നമുക്ക് തോന്നിപ്പോകും. ദൈവത്തിന്റെ കാർക്കശ്യമല്ല, ദൈവത്തിന്റെ വചനത്തിൽ ജീവനുണ്ട്, ദൈവാത്മാവുണ്ട്. ആ വചനം വിട്ടു പോകുമ്പം ജീവൻ നമുക്ക് ചോർച്ചയാണ്. മോശ എങ്ങനെ ജീവിച്ച ആളാ? താബോർ മലയിൽ ദൈവത്തിന് പോലും ഈശോയ്ക്ക് പോലും ഉപദേശം കൊടുക്കാൻ ഏലിലേക്ക് ഒപ്പം വരുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നുണ്ട് മോശയെ. പക്ഷെ മോശയുടെ ലൈഫില് ഭൂമിയിലായിരിക്കുമ്പം വലിയൊരു നിറവായിരുന്നേനെ. ജനത്തെ കൊണ്ട് ജെറിക്കോ കോട്ടയും തകർത്ത് യോർദാൻ നദിയും തടഞ്ഞു നിർത്തി അപ്പുറം കടന്നിട്ട് ആ ദേശം മുഴുവൻ വീതിച്ചു കൊടുത്തിട്ട് എല്ലാവരുടെയും നടുവില് സ്വസ്ഥമായിട്ട് മഹത്വത്തോടുകൂടെ മരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ മോശയ്ക്ക് എന്തൊരു അഭിമാനം, എന്തൊരു തൃപ്തിയായേനെ. ഒരു ദൗത്യം, ജീവിതത്തിന്റെ ദൗത്യം മുഴുവൻ പൂർത്തീകരിച്ചു. ദൈവം എന്നെ ഏൽപ്പിച്ച് ഈജിപ്തിൽ നിന്ന് ഇവരെ വിടുവിച്ച് തേനും പാലും മുഴുവൻ കാലദിവസം ആക്കാനെന്ന് പറഞ്ഞു. അത് ഞാൻ ചെയ്തു. അതിന്റെ തൃപ്തിയോടെ മരിക്കാൻ, ആ തൃപ്തി ഇല്ലാതെ മോശ കടന്നു പോകേണ്ടി വന്നു. ഇത്രയും ദൈവത്തോട് ചേർന്ന് നിന്ന ആളായിരുന്നിട്ട് പോലും നോക്കിക്കേ, ഇവിടെ നമുക്ക് ദൈവത്തിന്റെ വചനം പാലിക്കുന്നതിൽ അശ്രദ്ധ വന്നപ്പോൾ, ചെറിയൊരു വീഴ്ച വന്നപ്പോൾ അതിൻ്റെതായ ചോർച്ച മോശയുടെ ജീവിതത്തിൽ വരികയാണ്. സക്രിയയുടെ പുസ്തകത്തില് 3-ാമത്തെ അധ്യായത്തില് ജോഷുവ പുരോഹിതന്റെ മകൻ സാത്താൻ നിൽക്കുന്നു. ജോഷുവ പുരോഹിതന്റെ മകൻ കുറ്റമായിരിക്കുമ്പോൾ സാത്താൻ നിൽക്കുന്നു. ആ സാത്താനെ അവിടെ നിന്ന് ദൈവശാസ്ത്രത്തിന് പോയില്ല. ജോഷുവയുടെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറ്റിയിട്ട് സാത്താനെ ആട്ടിപ്പായിച്ചു വിട്ടു. അത് കഴിഞ്ഞിട്ട് 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്. അവിടെ സക്കറിയ 3-ന്റെ 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, നീ എൻ്റെ മാർഗത്തിൽ ചരിക്കുകയും എൻ്റെ നിർദ്ദേശം പാലിക്കുകയും ചെയ്താൽ എൻ്റെ ആലയത്തെ നീ ഭരിക്കുകയും എൻ്റെ അംഗനങ്ങൾ ചുമതല വഹിക്കുകയും ചെയ്യും. ഇവിടെ നിൽക്കുന്നവരുടെ ഇടയിലേക്ക് കടന്നു വരുന്നതിനുള്ള അവകാശം ഞാൻ നിനക്ക് നൽകും. പ്രധാനപരവും ജോഷുവ ദൈവത്തിന്റെ ബലിയർപ്പിച്ച് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. നമുക്കിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അല്ലെങ്കിൽ ലിയോ പാപ്പ എന്ന് വന്നിരിക്കുന്നു. ആ പാപ്പയെ പോലെ അന്നത്തെ സമൂഹത്തിലുള്ള വ്യക്തിയാണ്. പക്ഷെ ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഈ ഒരു ദർശനം സക്രിയ പ്രവചനം കിട്ടുമ്പം സാത്താൻ കടന്നു വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാത്താൻ അടുത്ത് വന്ന് ശല്യപ്പെടുത്തുന്ന അവകാശം പറഞ്ഞ് നിൽക്കുന്നു. അതെങ്ങനെ സംഭവിച്ചു? മുഷിഞ്ഞ വസ്ത്രങ്ങളുണ്ട്. ഈ മുഷിഞ്ഞ വസ്ത്രങ്ങൾ എങ്ങനെ ഉണ്ടായി? ഈ അകൃത്യങ്ങൾ എങ്ങനെ വന്നു? അതാ 7-ാം വാക്യം തമ്മിലും മുഷിഞ്ഞ വസ്ത്രം മാറ്റിട്ട് പറയുകയാണ്, നീ എൻ്റെ മാർഗത്തിൽ ചരിക്കുകയും എൻ്റെ നിർദ്ദേശം പാലിക്കുകയും ചെയ്താൽ എൻ്റെ ആലയത്തെ നീ ഭരിക്കും, അങ്ങനെ ചുമതല വഹിക്കുകയും ചെയ്യും. അപ്പം ഈ പ്രധാനപരം ജോഷ എവിടെയോ തമ്പുരാന്റെ മാർഗം വിട്ടുചരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും പല പല വിടുതൽ ആവശ്യമുള്ള മേഖലകളും നിയോഗങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ മേഖലകളിൽ വിടുതൽ കിട്ടാൻ ആവശ്യമുള്ള കാര്യം വിശുദ്ധാത്മാവ് പഠിപ്പിച്ചുകൊണ്ട് ശ്രദ്ധിച്ചേ. വിടുതൽ എന്ന് പറയുന്നത് ശുശ്രൂഷയുടെ സമയത്ത് നമ്മൾ സ്വന്തമാക്കുന്നതാണ്. അതിനുള്ള വഴി ഒരുക്കലും വാതിൽ തുറക്കലുമാണ് വചനത്തിൽ കൂടെ തമ്പുരാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ശ്രദ്ധിച്ചേ. കർത്താവിന്റെ അടുത്താരി നിരന്തരം നിൽക്കുന്ന പ്രധാനപുരം, നമ്മുടെ മാർപ്പാപ്പയെ പോലെയുള്ള പ്രധാനപുരം ജോഷുവായുടെ പക്കല് സാത്താൻ വന്ന് നിൽക്കുന്ന അവകാശത്തോടെ ദൈവമേ കർത്താവ് പറഞ്ഞിട്ട് പോയില്ല. ഇപ്പൊ നമ്മുടെ വീട്ടില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പക്കല് സാത്താൻ വരുവോ? സാത്താൻ വന്ന് നിൽക്കുവോ? ഇതെങ്ങനെ അവസരം ഉണ്ടാകുന്നു? നമ്മൾ അപ്പുറത്ത് പറഞ്ഞില്ലേ, കർത്താവെ വിളിക്കുന്നവര് അവരുടെ ജീവിതം, കുടുംബം തകരുന്നു, അവരുടെ വീട് തകരുന്നു. കർത്താവെ എന്ന് വിളിക്കുന്നവരുടെ വീട് എങ്ങനെ തകരുന്നത്? വചനത്തോട് ചേർന്ന് നിന്നില്ല. അനനിയാസ് സഫീറായും ഇതുപോലെ പത്രോസ് ചേർന്ന വ്യക്തികൾ അവർ കുഴഞ്ഞുകൊണ്ട് മരിക്കും, സാത്താനാകുന്ന ഇരയായി. എങ്ങനെ സംഭവിച്ചു? പ്രാർത്ഥനയിൽ നീങ്ങുന്ന വ്യക്തികൾക്കിട്ട് തട്ട് കിട്ടുന്നതിനെ കുറിച്ച് ഇന്നത്തെ വചനം തമ്പുരാൻ പഠിപ്പിക്കുന്നത്. പ്രാർത്ഥനയിൽ ദൈവത്തോട് ചേർന്ന് നീങ്ങുന്ന വ്യക്തികൾക്ക് തട്ട് കിട്ടുന്ന മേഖലകള്, പഴുതുകള്. മോശയ്ക്ക് തട്ട് കിട്ടിയത് കണ്ടോ? മോശ ഇതുപോലെ ദൈവത്തോട് ചേർന്ന് 10 പ്രമാണം കൈ വാങ്ങിച്ച ആളാ. പക്ഷെ എന്നിട്ടും ആ ഒരു ദൗത്യ നിർവഹണ പോരാട്ടത്തിന്റെ ഞെരുക്കത്തിന് ഈ ജനത്തിന്റെ ധിക്കാരം കണ്ട് സഖി കെട്ടിട്ട് ഒരു നിമിഷത്തിൽ ആ പാറയോട് ആജ്ഞാപിക്കാൻ പറഞ്ഞ് ശ്രദ്ധിച്ചില്ല. അതിന് പകരം പോയി നേരത്തെ ചെയ്ത പോലെ വടിയെടുത്ത് പാറയ്ക്കിട്ട് അടിച്ചു. അത്രയും വചനത്തിന്റെ വഴി വിട്ടുമാറുമ്പം
ജീവന്റെ വഴിയാണ് വിട്ടു മാറുന്നത്. അതിന്റെ ചളുക്കം അല്ലെ പരുക്ക് മോശയ്ക്ക് കിട്ടി. ജീവിതത്തിൽ നിറഞ്ഞ് സ്വന്തമാക്കേണ്ടിയിരുന്ന ഒരു പൂർണ്ണത മോശ കിട്ടാതെ പോയി. ഇവിടെ ഇപ്പൊ വീണ്ടും കാണുക, നമ്മൾ ബൈബിൾ കഥാപാത്രങ്ങൾ കാണുകയാണ്. യോശുവ പ്രധാന പുരോഹിതൻ നിരന്തരം കർത്താവിന്റെ ആലയത്തിൽ വസിക്കുന്നു, അർത്താരികിൽ ബലിയർപ്പിക്കുന്നു. അങ്ങനെ ബലിയർപ്പിച്ച ആലയത്തിൽ വസിക്കുന്ന യോശുവ പുരോഹിതന്റെ പക്കം സാത്താൻ നിൽക്കുന്നു. ഞാൻ വീണ്ടും പറയുകയാണ്, പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും കുമ്പസാരിക്കുകയും കുരിശ് വരയ്ക്കുകയും ചെയ്യുന്ന നമ്മുടെ വീട്ടിൽ സാത്താൻ വന്ന് കയറുവോ? നമ്മുടെ വീട്ടിൽ സാത്താൻ വന്ന് മാറാതെ നിൽക്കുവോ? നമ്മുടെ വീട്ടില്, അധ്വാന മേഖലയില്, കുടുംബങ്ങളില് സാത്താൻ വന്ന് നിൽക്കാൻ അവസരമുണ്ടാകാം. എങ്ങനെ? നമ്മൾ വൈദികനാണോ, ബലിയർപ്പിക്കുന്ന ആളാണോ, മോശയെ പോലെ ചേർത്ത് നയിക്കുന്ന ആളാണോ? ഇതൊന്നുമല്ല വിഷയം. വചനം വിട്ട് ഒരു നിമിഷം ഒരു മാറരുത്. എവിടെയെങ്കിലും വചനത്തിന്റെ വഴി വിട്ട് മാറ്റാനാ സാധാ നിരന്തരം നോക്കുന്നത്. ഇവിടെ കണ്ടോ, 7-ാം വാക്യം പറയുകയാണ്, സക്രിയ 3:7, നീ എന്റെ മാനക്കത്തിൽ ചരിക്കുകയും എന്റെ നിർദ്ദേശം പാലിക്കുകയും ചെയ്താൽ. അങ്ങനെ ചെയ്തില്ല ഈ യോശുവ എവിടെയോ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? പ്രധാന പുരോഹിതനാണ്, ബലിയർപ്പിക്കുന്ന ആളാ, പക്ഷേ സാത്താൻ അടുത്തുകൂടി. സാത്താൻ സാന്നിധ്യം വിട്ടുപോകുന്നില്ല. സ്നേഹമുള്ളവരെ, ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് സാത്താന്റെ സാന്നിധ്യം, അശുദ്ധാത്മാക്കളുടെ സാന്നിധ്യം മാറുകയല്ല. നിങ്ങൾ കൊന്തയും കരുണക്കൊന്തയും കുർബാനയും ഒക്കെ ഉള്ളവരാണെങ്കിലും വചനം വിട്ടു പോകുന്നുണ്ടെങ്കിൽ മാറുകയല്ല. ഇത് നമ്മൾ ഈ സക്കറിയയുടെ അനുഭവം കാണുകയാണ്. നമുക്കറിയാമല്ലോ, ദാവീദ് മഹാരാജാവ്, ദാവീദ് ദൈവത്തിന്റെ ആത്മാവ് കൂടെ ഉണ്ടായിരുന്ന യുവാവ്. നമുക്കറിയാം, ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം സ്തുതിപ്പിലൂടെ കരുത്താക്കി മാറ്റി. സാവൂൾ രാജാവില് ദുരാത്മാവ് കയറിയപ്പോൾ ആ ദുരാത്മാവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറക്കി വിടാൻ മാത്രം അഭിഷേകം ഉണ്ടായിരുന്ന ദാവീദ്. 1 സാമുവേൽ 16-ാം അധ്യായത്തിന് 23-ാം വാക്യം. സാമുവേലിന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 23-ാം വാക്യം. ദുരാത്മാവ് സാവൂൾ പ്രവേശിക്കുമ്പോഴൊക്കെ ദാവീദ് കിന്നരം വായിക്കും, സ്തുതിച്ച് പാടും, സങ്കീർത്തനങ്ങൾ പാടി പ്രാർത്ഥിക്കും. അങ്ങനെ സ്തുതിക്കുമ്പോൾ പൈശാചിക അരുവി ഇറങ്ങിപ്പോയിരുന്നു മഹാരാജാവിലെ പിശാചിനെ ഇറക്കി വിടുന്ന ശുശ്രൂഷ നിർവഹിച്ച അഭിഷേകമുള്ള യുവാവ് ദാവീദ്. പക്ഷെ അദ്ദേഹം രാജാവായി കഴിയും. നമുക്കറിയാം, ഈ പ്രാർത്ഥനയും സ്തുതിപ്പും എല്ലാം അവഗണിച്ചു മാറി. സുഖലോലുപത, ജഡികാസക്തി, അധികാരപ്രമത്തത. സമൂഹയുടെ 2-ാം പുസ്തകത്തില് 11-ാം അധ്യായത്തില് ബേത്ശബയുമായിട്ട് പാപം ചെയ്യുന്നു. അത് കഴിഞ്ഞ് ബേത്ശബയുടെ ഭർത്താവ് ഊറിയായി കൊല്ലിക്കുന്നു. അങ്ങനെ പാപത്തിലേക്ക് വിട്ടു കഴിയുമ്പോഴേക്കും സംഭവിക്കുന്ന ദൈവത്താൽ തിരസ്കൃതനാകുന്ന അപകടം. നാഥാൻ പ്രവാചകൻ വന്ന് താക്കി തുറക്കുന്ന രംഗം നമുക്കറിയാം. 2 സാമുവേൽ 12:9 വാക്യങ്ങളില്. അപ്പൊ അങ്ങനെ ദാവീദ് ദൈവത്തിന്റെ വചനം ലംഘിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പം, ഇത്രമാത്രം ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞു നിന്ന ആളായിരുന്നിട്ട് പോലും ദാവീദിന് ബേത്ശബയിലുണ്ടായ കുഞ്ഞ് മരിക്കുകയാണ്. കർത്താവിന്റെ പ്രഹരമേറ്റു. അവിടെ നാഥാൻ പറയുകയാണ് 11-ാം വാക്യം, നീ ഇങ്ങനെ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ നിന്റെ കുഞ്ഞ് മരിച്ചു പോകും. ആ കുഞ്ഞ് രോഗം പിടിപെട്ട് മരിക്കുകയാണ്. രോഗവും മരണവും എല്ലാം പാപത്തിന്റെ നേരിട്ടുള്ള ഫലമാണെന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും ഉൽപ്പത്തി 3 അനുസരിച്ച് രോഗവും മരണവും പാപത്തിന്റെ ഫലമായി സാത്താന്റെ പ്രവർത്തനത്തിന് നമ്മൾ ആദിമാതാക്കൾ വഴി തുറന്ന് കൊടുക്കുക വഴി ഉണ്ടായതാ. നമ്മൾ കണ്ടു, യോഹന്നാൻ 5 കണ്ടു 14-ാം വാക്യത്തിന്, കൂടുതൽ മോശം സംഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത് പറയുന്ന ഈശോയാണ്. ഈശോ പറയുന്നത് നമുക്കറിയാമല്ലോ, ഞാൻ ഈ പറയുന്ന സ്വന്തം പറയുന്നതെല്ലാം സ്വർഗസ്ഥനായ പിതാവ് എന്നെ വസിച്ചുകൊണ്ടിന്റെ വാക്കുകൾ പറയുന്നതാണ്. എനിക്ക് സ്വന്തമായിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇനിയും കൂടുതൽ മോശമായി സംഭവിക്കാതിരിക്കാൻ പാപം ചെയ്യരുതെന്ന് ഈശോ ആ തളവാദ സൗഖ്യപ്പെട്ട തളവാദ രോഗിക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ മുന്നറിയിപ്പ് സ്വർഗത്തിലെ തമ്പനം തരുന്ന മുന്നറിയിപ്പാണ്, ഒരു സംശയം വേണ്ട. അപ്പൊ പാപവും മരണവുമായിട്ട് ബന്ധമുണ്ട്. റോമാലേഖനത്തിന്റെ 6-ാമത്തെ അധ്യായം നമ്മൾ കാണുന്നുണ്ടല്ലോ, പാപത്തിന്റെ കൂലിയാണ് മരണം. അപ്പൊ ഇവിടെ ദാവീദ് പാപം ചെയ്തു, ആ കുടുംബത്തിനിതേ കുഞ്ഞിന് രോഗം, മരണം. ഇത്രമാത്രം ദൈവത്തോട് ചേർന്ന് നിന്ന മഹാരാജാവല്ലേ? ഈ സങ്കീർത്തനങ്ങളെല്ലാം പാടി സ്തുതിച്ച യുവാവല്ലേ? സങ്കീർത്തന പുസ്തകം ബൈബിൾ ഇന്നും എന്തുമാത്രം നമ്മൾ പോലും ഉപയോഗിക്കുന്നു. ലോകം മുഴുവനും നൂറ്റാണ്ടുകളായി യഹൂദരും സകല ക്രൈസ്തവരും ദൈവത്തെ സ്തുതിക്കാൻ ഉപയോഗിക്കുന്ന സങ്കീർത്തനങ്ങള് ഉള്ളില് പ്രാർത്ഥനാപൂർവ്വം എടുത്ത് കുറിച്ചു വെച്ച് പാടി പരിശീലിപ്പിച്ച ഇതുപോലെ ദൈവ ശുശ്രൂഷ ചെയ്ത വ്യക്തിയല്ലേ ദാവീദ്? ഒരു തെറ്റ് പറ്റിയെന്നല്ലേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ട കുഞ്ഞിങ്ങനെ മരിച്ചു വീഴണമോ? സ്നേഹമുള്ളവർ, തമ്പുരാന്റെ വഴി വിട്ടു പോകുന്ന വ്യക്തികൾക്ക് ദൈവം ശിക്ഷ കൊടുക്കുന്നതല്ല. എന്റെ വാക്ക് കേൾക്കുന്നവന് പാലിക്കുന്നില്ലെങ്കിൽ ഞാൻ അവനെ ശിക്ഷിക്കുന്നില്ല, ഞാൻ അവനെ വിധിക്കുന്നില്ല. പക്ഷെ വചനം തന്നെ വിധിക്കും. ആരൊക്കെ ദൈവത്തിന്റെ വചനത്തിന്റെ വഴി വിട്ടുപോകുന്നു അവർക്കിട്ടെല്ലാം
നാരകീയ തട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. വൈദ്യുതി ഉപയോഗിക്കും, നമ്മൾ ഫാനും ലൈറ്റും എല്ലാം ഉപയോഗിക്കുന്നു. വൈദ്യുതി വീടുകളിൽ എന്തുമാത്രം നമ്മൾ ഉപയോഗിക്കും, നമുക്ക് ഇല്ല പറ്റത്തില്ല ജീവിതം, വൈദ്യുതി ഇല്ല ജീവിക്കാൻ മേലാത്ത അവസ്ഥയാണ്. പക്ഷെ ഈ വൈദ്യുതിക്ക് അതിൻ്റെതായ ചില രീതികൾ ഉണ്ട്. അത് അറിഞ്ഞ് പെരുമാറിയില്ലെങ്കിൽ നമ്മൾ എടുത്തടിച്ച് വീഴും, തെറിച്ച് വീഴും, പൊള്ളലേക്കും, കത്തിക്കരിഞ്ഞു പോയെന്ന് വരും. ഷോക്ക് അടിച്ച് കത്തിക്കരിഞ്ഞ് മരിക്കുന്ന എത്രയോ പേരെ നമുക്കറിയാം, മരിച്ചിട്ടുള്ളവരെ. അപ്പോൾ വൈദ്യുതിയുടെ കാര്യങ്ങൾ ചില റൂൾസ് ഉണ്ട്. തലയോട്ടിയുടെ അടയാളം വെച്ചിരിക്കുന്നു ട്രാൻസ്ഫോമറുകളിൽ, അപായം എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അത് ശ്രദ്ധിക്കാതെ അവിടെ ചെന്ന് നമുക്കവിടെ ആ വൈദ്യുതിയുടെ നിയമങ്ങൾ കൃത്യം അനുസരിച്ചുകൊണ്ട് വൈദ്യുതിയോട് ഇടപെട്ടു പോകുന്നു. ഇപ്പൊ KSEB-യിലൊക്കെ ജോലി ജീവിതകാലം മുഴുവനും ഈ ട്രാൻസ്ഫോമറും വൈദ്യുതി സപ്ലൈയായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന അനേകം ആൾക്കാരുണ്ട് നമുക്ക് മധ്യേ. അവർ വൈദ്യുതിയുടെ മേഖല എപ്പോഴും പെരുമാറുകയാണ്. ട്രാൻസ്ഫോമറുകൾ കയറുകയും ക്രമീകരിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. പോസ്റ്റേ കയറുന്നു, ലൈൻ വലിക്കുക, എല്ലാം ചെയ്യുന്നു. അതിൻ്റെ പേരിൽ അവർക്കൊരു അപകടം ഉണ്ടാകുന്നില്ല. ഉണ്ടാകണമെന്നില്ല, ഉണ്ടാകാം. അപ്പൊ അങ്ങനെ ഒരു ഇത് ശ്രദ്ധിക്കാതെ ഇത് കൈയിട്ട് എടുക്കരുത്, കൈകൊണ്ട് തൊടരുത്, അല്ലെങ്കിൽ ഉറയില്ലാത്ത കൈകൊണ്ട് കമ്പി പിടിക്കരുത് എന്നുള്ള ഒരു വചനം നിർദ്ദേശം അവിടെയുണ്ട്, പൊതു നിർദ്ദേശമുണ്ട്. അത് അവഗണിച്ചിട്ട് ഞാൻ ഒന്ന് ശകലം പിടിക്കുന്നതല്ലേ ഉള്ളൂ, ഇതിനെ പോലും ഉറയിടാൻ പോകേണ്ട ആവശ്യമുണ്ടോ, പെട്ടെന്ന് അങ്ങ് പിടിച്ച് മാറ്റി വെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് കയറി കണ്ടുപോയി പിടിച്ചിട്ട് മാറ്റാൻ പോയാൽ അവിടെ തീർന്നു. അത് KSEB-ക്കാർ തല്ലിക്കൊല്ലുന്നതല്ല, KSEB-ക്കാർ കരിച്ചു കളയുന്നതല്ല. അത് ആ സിസ്റ്റത്തിന്റെ രീതി അങ്ങനെയാണ്. സ്കോട്ട് പെക്ക് എന്നൊരു സൈക്കാട്രിസ്റ്റ് അമേരിക്കയിൽ ഉണ്ടായതുകൊണ്ട് നേരത്തെ ഞാൻ പറയാറുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെ കുറിച്ച്. അദ്ദേഹം അവസാനം എഴുതിയ പുസ്തകം ഗ്ലിംസസ് ഓഫ് ദ ഡെവിൾ, സാത്താനെ കുറിച്ചുള്ള ചില മുന്നിൽ കാഴ്ചകൾ. അതിന്റെ ആരംഭത്തില് അദ്ദേഹം വേറെ പുസ്തകത്തിന് പീപ്പിൾ ഓഫ് ദ ലൈൻ, ആ പുസ്തകത്തിന്റെ ആരംഭത്തിൽ അദ്ദേഹം ആമുഖത്തിൽ പറയും ടേക്ക് കെയർ. ഇത് അപകടകരമായ ഒരു പുസ്തകമാണ്, അശ്രദ്ധമായിട്ട് കയറരുത്. കാരണം ഇതില് പൈശാചിക അരുവികളുടെ മേഖലയെക്കുറിച്ച് പങ്കുവെക്കുന്നത്. അവൻ ടേക്ക് കെയർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത് തന്നെ. അശ്രദ്ധമായിട്ടോട് പെരുമാറരുത്. ട്രാൻസ്ഫോമർ, വൈദ്യുതിയുടെ സ്വിച്ച് യാർഡ് അല്ലെങ്കിൽ മീറ്റർ കൺട്രോൾ ബോർഡ്, ആ ബോർഡ് തുറക്കുമ്പോൾ അവിടെ അപകടം സൂക്ഷിക്കണം, അപകടം സൂക്ഷിച്ച് അങ്ങോട്ട് തുറക്കേണ്ട ആവശ്യമുണ്ട്. സ്വിച്ച് ഓഫ് ആക്കണം, ഓൺ ആക്കണം, ഫ്യൂസ് കുത്തണം, ഊരണം, പല കാര്യം ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ ചെയ്യാം, പേടിക്കണ്ട, ചെയ്യാം. പക്ഷേ ശ്രദ്ധിക്കാതെ ചെയ്താൽ ആള് തീരും. അതിനാരും ഉത്തരവാദിയല്ല. തമ്പുരാന്റെ വചനത്തിന്റെ മേഖല, സ്വർഗത്തിന്റെ പവറാ പരിശുദ്ധാത്മാവ്. ഭൂമിയിലെ വൈദ്യുതി ഒരു പവറാ, നമുക്കറിയാം. വിദ്യുത് ശക്തി, സ്വർഗത്തിന്റെ ശക്തി ധരിക്കുന്നവർ നഗരം വിട്ടു പോകരുത്. പരിശുദ്ധാത്മാവ് ശക്തിയാണ്. ആ പരിശുദ്ധാത്മാവ് സാന്നിധ്യം, മറുവശത്ത് പരിശക്തി. ആ മേഖല നമ്മൾ ഇടപെടുമ്പോൾ നമുക്ക് ജാഗ്രത വേണം. അപ്പൊ ഇവിടെ ദാവീദ് ഇത്രയും ദൈവത്തോട് ചേർന്ന് നിന്ന ആളായിട്ട് പോലും ദാവീദിന്റെ കുടുംബത്തിന് മാറാൻ പറ്റാതെ, എത്ര പ്രാർത്ഥിച്ചിട്ടും മാറാത്ത രോഗം, എത്ര പ്രാർത്ഥിച്ചിട്ടും മാറുന്നില്ലാത്ത രോഗം, എത്ര കഞ്ചിയിട്ടും ഒഴിവാകുന്നില്ലാത്തൊരു മരണം ആ കുടുംബത്തിന്, ദാവീദിന്റെ കുടുംബത്തിന്. ഇത്രയും ദൈവത്തിന്റെ ഹൃദയത്തിന് ഇണങ്ങിയ വ്യക്തി ആയിരുന്നില്ലേ ദാവീദ്? ദൈവത്തൊരു കാരുണ്യം കാണിക്കാൻ പാടില്ലായിരുന്നോ? KSEB-ക്കാരനോട് ചോദിക്കുകയാണ്, ഞാൻ 30 വർഷമായിട്ട് സർവീസിലുള്ള KSEB-യുടെ ഒരു സ്റ്റാഫ് പറയാ, 30 വർഷം 50 വർഷമായിട്ട് ഞാൻ KSEB-ക്ക് ജോലി ചെയ്യുന്ന ആളാ. ഇപ്പൊ ഒരു പ്രാവശ്യമല്ലേ ഞാൻ ഈ കയ്യിലോ കവറില്ലാതെ ഒന്ന് കണ്ടുമ്പോ പിടിച്ചോളോ? എന്നെ ഇങ്ങനെ അടിച്ചു കൊല്ലണോ? എന്നെ ഇങ്ങനെ അടിച്ചു കൊല്ലേണ്ട നല്ല കാര്യമുണ്ടോ? ഇത്രയും വർഷം ഞാൻ KSEB-ക്ക് വേണ്ടി ജോലി ചെയ്ത ആളല്ലേ, ഞാൻ ഒന്ന് പെട്ടെന്ന് കയറി പിടിച്ചെന്നല്ലേ കമ്പിക്ക് മാറ്റി വെക്കാൻ, ഇത് താഴെ പോയി ഞാൻ ഉറയെടുത്തോണ്ട് വരാൻ നേരമില്ലാത്തത് കൊണ്ടാ എന്ന് പറഞ്ഞാൽ നിൽക്കുവോ? ഇല്ല. ദാവീദ് കഴിഞ്ഞ് സോളമനെ നോക്കി, നമുക്കറിയാം സോളമനെ 1000 ബലി അർപ്പിച്ച മനുഷ്യൻ, ദൈവിക ജ്ഞാനം നിറഞ്ഞ വ്യക്തി, ദേവാലയം പണി കഴിപ്പിച്ച ആള്, ഈശോ പോലും ചൂണ്ടിക്കാണിക്കുന്ന ഇസ്രായേലിലെ ഏറ്റവും ശ്രേഷ്ഠ മഹത്വമുള്ള രാജാവ്. പക്ഷെ ആ സോളമന്റെ ജീവിതത്തിന്റെ അവസാനം ദൈവത്താൽ തിരസ്കൃതനായിട്ടാണ് എന്ന് 1 രാജാക്കന്മാർ 11-ാം അധ്യായത്തിൽ വായിക്കുകയാണ്. രാജാക്കന്മാരുടെ 1-ാം അധ്യായം. ദൈവം തിരസ്കരിച്ചു. തമ്പുരാൻ പറയുകയാണ്, ഞാൻ നിനക്ക് തന്ന 11-ാം വാക്യം, 11-ാം വാക്യം, നിന്റെ മനസ്സിങ്ങനെ തിരിഞ്ഞ് എൻ്റെ ഉടമ്പടിയും ഞാൻ നൽകിയ കൽപ്പനയും പാലിക്കാതിരിക്കുകയും ചെയ്തതിനാൽ ഞാൻ രാജ്യം നിന്നെന്ന് പറഞ്ഞ് നിന്റെ ദാസന് നൽകും. നിന്നെ ഉപേക്ഷിക്കുകയാണ്. ഇത്രയും ദൈവത്തിന് 1000 ബലിയർപ്പിച്ച വ്യക്തിയല്ലേ, ദേവാലയം പണി കഴിപ്പിച്ച രാജാവല്ലേ, ശകലം കുരുത്തക്കേട് കാണിച്ച് അത് പോട്ടെന്ന് വെച്ചാൽ പോരെ? അങ്ങനെയല്ല.
ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വഴി വിട്ടു പോകുന്ന വ്യക്തികൾ ദൈവിക ജീവന്റെയും ദൈവാത്മാവിൻ്റെ കരുത്ത് വിട്ടാണ് പോകുന്നത്. ജെറമ്യായുടെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പം ജെറമ്യായുടെ ജീവിതത്തിൽ ദൈവം യുവാവായിരിക്കുമ്പോൾ തന്നെ വിളിച്ച് എന്നെ വിടൽ, എന്നെ ഒഴിവാക്കണം, വേറെ ആരെങ്കിലും വിട്ടാൽ മതി എന്ന് പറഞ്ഞ് ദൈവത്തിന് കെഞ്ചി അയച്ച ജെറമ്യ. എന്നിട്ടും എനിക്ക് വേറെ ആരുമില്ല, നിന്നെ മാത്രമേ വിടാനുള്ളൂ എന്ന് പറഞ്ഞ് ജെറമ്യയെ വിളിച്ച്, ബാലനായിരിക്കും വിളിച്ച്, യുവാവായിരിക്കും അഭിഷേകം കൊടുത്ത് രാജാക്കന്മാർക്കെതിരെ ശക്തമായിട്ട് തൻ്റെ താക്കീത് കൊടുക്കാനായിട്ട് നിയോഗിക്കുന്ന ജെറമ്യ ശക്തമായിട്ട് കൊടുത്തു. അങ്ങനെ ദൈവത്തിന്റെ വാക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനിടയിൽ ജെറമ്യയ്ക്ക് ചില ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലെന്നുമാകുന്ന അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ട്. ജെറമ്യ 15 18, 19 ഒക്കെ വാക്യങ്ങൾ, 18, 19 വാക്യം കാണാം. ജെറമ്യ 15 ജെറമ്യ ഒരു പരാതി പറയും, എന്താ എൻ്റെ വേദന മാറാത്തത്, എൻ്റെ മുറിവടങ്ങാൻ കൂട്ടാക്കാതെ വിങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഇടയ്ക്കിടെ വെള്ളം പറ്റിപ്പോകുന്ന അരുവിയെ പോലെ അവിടുന്ന് എന്നെ വഞ്ചിക്കുമോ? ദൈവം വഞ്ചിച്ചുവെന്ന് തോന്നുന്നു. ഇത്രയും ദൈവത്തോട് ചേർന്ന് ദൈവത്തിന് വേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെച്ച് ജീവിച്ച ജെറമ്യ പരാതിപ്പെടും, നീ എന്നെ വഞ്ചിച്ചു, ദൈവം എന്നെ വഞ്ചിച്ചു. എന്താ കാര്യം? ഇപ്പൊ തമ്പുരാൻ മറുപടി കൊടുക്കുകയാണ്. കർത്താവ് അരുളി ചെയ്യുന്നു. 19 വാക്യം, നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം. വില കെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. തിരിച്ചു വന്നാൽ എന്ന് പറയുമ്പോ എവിടെയോ ഇച്ചിരി സ്വന്തം വഴിക്ക് ജെറമ്യാനടിക്ക് പോയി. സ്വന്തം വഴിക്ക് ഇച്ചിരി ജെറമ്യ എവിടെയോ ഇച്ചിരി സ്വന്തം വഴിക്ക് പോയി. വില കെട്ടതിന്റെ പുറകെ പോയി, വിലയില്ലാത്തതിന്റെ പുറകെ പോയി. വിലയുള്ളത് പറയണം. ദൈവത്തിന്റെ വചനം വിട്ടിട്ട് കെട്ട കാര്യങ്ങൾ ഈശോ പറയുന്നില്ലേ, മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധിവസം കണക്ക് കൊടുക്കേണ്ടി വരും. കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ജെറമ്യ എത്രയോ ദൈവം കുഞ്ഞുനാളിലെ വിളിച്ച് അഭിഷേകം കൊടുത്ത് അദ്ദേഹം വിവാഹം പോലും മാറ്റിവെച്ചു. ദൈവത്തിന് വേണ്ടി ദൗത്യം നിർവഹിക്കാൻ, പ്രവാചക ദൗത്യത്തിന് വേണ്ടി വിവാഹം പോലും മാറ്റിവെച്ച് സ്നേഹിച്ച പെൺകുട്ടിയോട് നോ പറഞ്ഞിട്ട് ദൈവത്തിന്റെ വചനം അതിന്റെ പേരിൽ ഒത്തിരി തല്ലും ഉപദ്രവിക്കലും കിണറ്റി പിടിച്ചിടുന്നതും മുക്കാലി കെട്ടി അടിക്കുന്ന എല്ലാ സംഭവങ്ങളുണ്ട്. അങ്ങനെയൊക്കെ കടന്നു പോകുന്ന ജെറമ്യ എന്തുമാത്രം ദൈവത്തിന്റെ വചനം പ്രഘോഷിച്ച ആളാ, ദൈവത്തിനോട് നിലകൊണ്ട ആളാ. എന്നിട്ടും അദ്ദേഹം എവിടെയോ ഇച്ചിരി സ്വന്തം വഴിയിലൂടെ നീങ്ങി വില കെട്ടത് പറഞ്ഞു, വില കെട്ട കാര്യങ്ങള് ദൈവത്തിന്റെ വഴി വിട്ട് മാറി. അപ്പോഴേ ദൈവസാന്നിധ്യം ഇല്ലെന്നായി. പക്ഷെ നമ്മുടെ സഹോദരങ്ങൾ, നമ്മള് ദൈവികമായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ കാരുണ്യവും സ്നേഹവും കരുതലും എപ്പം വിളിച്ചാലും വിളി കേൾക്കുന്ന അവസ്ഥയും എല്ലാം നമ്മൾ തിരിച്ചറിയുമ്പോഴും നമ്മൾ ഈ ഒരു മേഖല ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ ദൈവം നമ്മളെ കർക്കശമായിട്ട് ശിക്ഷിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നു. പഴയതിലൊക്കെ പറയുന്ന ദൈവം ക്രൂരമായിട്ട് ശിക്ഷിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു ശിക്ഷയുടെ മേഖലയല്ല, മറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ജീവൻ വിട്ട് നമ്മൾ പോകുന്നതുകൊണ്ട് വരുന്ന അപകടമാണ്. മോശ തന്റെ ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് ജനത്തോട് വിട വാങ്ങുമ്പോൾ നിയമാവർത്തന പുസ്തകത്തില് 32-ാമത്തെ അധ്യായത്തില് നമുക്ക് കാണാം. മോശ ജനത്തോട് പറയും, നിങ്ങൾ തമ്പുരാന്റെ വഴി വിട്ട് പോകരുത്, ഇത് നിങ്ങൾ വിട്ടുപോയാൽ നിസ്സാരമായ കാര്യമല്ല. നിയമാവർത്തനം 32-ാം അധ്യായത്തിൽ 45, 46, 47 തിരുവചനങ്ങൾ. ഇങ്ങനെ ഇസ്രായേൽ ഉദ്ബോധിച്ചതിന് ശേഷം മോശ പറഞ്ഞു, ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്ക് ശ്രദ്ധാപൂർവം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി ഹൃദയത്തിൽ സംഗ്രഹിക്കുവിൻ. 47-ാം വാക്യം പ്രത്യേകിച്ച്, ഇതെന്നാൽ നിസ്സാരമായ കാര്യമല്ല, നിങ്ങളുടെ ജീവനാണിത്. നിസ്സാരമായ കാര്യമല്ല, നിങ്ങളുടെ ജീവനാണിത്. ഈ വചനത്തിന്റെ വഴി വിട്ട് നിങ്ങൾ പോയാൽ നിങ്ങളെ സംരക്ഷിക്കാൻ ആരെ കൊണ്ടും പറ്റത്തില്ല, ആരെ കൊണ്ടും സാധിക്കത്തില്ല. ആ വചനത്തിന്റെ വഴിയിൽ നമ്മൾ നീങ്ങണം. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യരുടെ സഭയ്ക്ക് എഴുതുമ്പോൾ 1-ാമത്തെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തില് ഇവിടെ ധ്യാന അവസ്ഥ സ്ഥിരമായിട്ട് വായിച്ച് ധ്യാനിക്കുന്ന ഒരു വചനഭാഗമാണ് 15, 16, 17 വാക്യങ്ങൾ. 16, 17 നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്, ദൈവാത്മാവ് നിങ്ങൾ വസിക്കും, നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നതിന് ദൈവവും നശിപ്പിക്കുന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്, ആലയം നിങ്ങൾ തന്നെ. ദൈവത്തിന്റെ ആലയത്തെ ദൈവം നശിപ്പിക്കുന്ന ഒരവസ്ഥയെ കുറിച്ച് പറയുകയാണ്. ദൈവം നശിപ്പിക്കുന്നതല്ല, ദൈവത്തിന്റെ ആലയമായിട്ട് സോളമൻ പണിതുയർത്തിയ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു വീണു. അതെങ്ങനെയാ വീഴുന്ന ഈശോ പറയുന്നുണ്ട്, ഇത് പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളത് മോഷ്ടാക്കളുടെ ഗുഹയാക്കി. അതുകൊണ്ട് കല്ലുമേ കല്ല് ശേഷിക്കുക തകർന്നു പോകും. തമ്പുരാൻ തന്നെ കൃത്യമായിട്ട് അളവും തോതും പൊക്കവും എല്ലാം പറഞ്ഞു കൊടുത്ത്
ഓരോ ഇഞ്ചും അതിൻ്റെ ആ ദേവാലയത്തിൻ്റെ വിശദമായിട്ട് സോളമൻ വഴി പറഞ്ഞു കൊടുത്ത് സോളമൻ ഉണ്ടാക്കിയ ദേവാലയം യഹൂദര് വലിയ ആദരവോടെ ദൈവത്തിൻ്റെ സാന്നിധ്യം സദാ ഉള്ള ഭവനം. പക്ഷെ ആ ഭവനം പോലും തമ്പുരാൻ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ അല്ലാതെ ഇവർ നീക്കിയപ്പം കല്യമ്മ കല്ല് ശേഷിക്കാതെ തകർന്നു. എത്രയോ വിലപ്പെട്ട ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ട് നിന്നതാണ്. പക്ഷെ ദൈവം എന്താണോ അതുകൊണ്ട് ഉദ്ദേശിച്ചത് പ്രാർത്ഥനയുടെ ആലയമാക്കണം, പ്രാർത്ഥനാലയമായിരിക്കണം. അങ്ങനെ അല്ലാതെ വന്നപ്പോൾ അത് ദൈവത്താൽ പരിത്യക്തമായി, ദൈവസാന്നിധ്യം ഇല്ലെന്നായിപ്പോയി. അവിടെ തകർച്ചയുടെ അരുവി വന്ന് കയറി. റോമാക്കാരും എല്ലാം കയറി ഇടിച്ച് നിരപ്പാക്കി അവിടെ ഒരു അമ്പലം ഉണ്ടാക്കിയെന്ന് നമുക്കറിയാം. AD 134 130 അമ്പലം ഉണ്ടാക്കി. പിന്നീട് അത് ഇന്നൊരു മോസ്കായിട്ട്, ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മോസ്ക് അവിടെയാണ് ഇന്ന്. അങ്ങോട്ട് യൂസ് കയറാൻ പറ്റും. ഇപ്പൊ ഇത്രയും പൊന്നുപോലെ ദൈവം കരുതി അബ്രാഹാം ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോയി ആ മോറിയ മലയുടെ ആ കുന്നിൻ്റെ മുകളിൽ ദൈവം പറഞ്ഞ് സോളമൻ ഉണ്ടാക്കിയ ദേവാലയം പോലും ഇന്ന് ഒരു കല്ല് പോലും കല്ലിന് മുകളിൽ ഇല്ലാതെ തകർന്നു പോകാൻ ദൈവം ഇടവരുത്തി. ദൈവം ഇടവരുത്തി എന്നല്ല, വന്നിരിക്കുന്നു. എങ്ങനെ? ഇത് പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങൾ മോഷ്ടാക്കളുടെ ഗുഹയാക്കി. ആ പള്ളിയെക്കുറിച്ച് മാത്രം സേവനം നമ്മളെക്കുറിച്ച് ഇത് വാസ്തവമാണ്. നമ്മുടെ ശരീരങ്ങൾ ദൈവത്തിന്റെ ആലയം, ദൈവത്തിന്റെ ആലയം പ്രാർത്ഥനാലയം. ദൈവം ഉദ്ദേശിക്കുന്ന രീതി നമ്മുടെ ജീവിതം കൊണ്ടുപോകുന്നില്ല എങ്കിൽ അത് നശിപ്പിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകും. ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്. അതിനെ അശുദ്ധമാക്കുന്നവനെ ദൈവം നശിപ്പിക്കുന്നുള്ള താക്കീതിന്റെ വാക്കാ. നമുക്കറിയാം, ദൈവം ഒരിക്കലും ആരും നശിപ്പിക്കുന്നില്ല. സ്നേഹമുള്ള സഹോദരങ്ങൾ, നമ്മൾ അല്പം ഗൗരവത്തോടെ ഞടുക്കത്തോടെ എടുക്കേണ്ട ഒരു വചന വെളിപ്പെടുത്തലാണ് നമ്മൾ ശ്രദ്ധിച്ചത്.